Yo, what's up guys? I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ അതായത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒരുപാട് ഫാൻസിനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവും എനിക്കറിയാം. അതായത് ഞാൻ പല ഭാഗത്ത് പറഞ്ഞിരുന്നു ടോണി സ്റ്റാർക്ക് മരിക്കും, അയൺമാൻ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ മരിക്കും എന്ന് കുറേ ഭാഗത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കുറെ പേര് എന്നെ കമന്റും ചെയ്തിരുന്നു, ഓക്കെ ടോണി സ്റ്റാർക്ക് മരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഗൈസ്, ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ടോണി സ്റ്റാർക്ക് ഉറപ്പായിട്ട് മരിക്കുന്നത്. എനിക്ക് 100% ഉറപ്പാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ ട്രെയിലറിലെ ചില ഭാഗത്ത് പലർക്കും അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാനും അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ടോണി സ്റ്റാർക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ മരിക്കില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ട്രെയിലറിൽ നമുക്ക് ടോണി സ്റ്റാർക്കിനെ കണ്ടില്ല എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ സ്പോയിലേഴ്സിനോട് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ട്രെയിലറിൽ നമ്മൾ എവിടെയും ടോണി സ്റ്റാർക്കിനെ കണ്ടിട്ടില്ല, അയൺമാനെയും കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് കുറെ പേര് പറഞ്ഞത് ടോണി സ്റ്റാർക്ക് മരിച്ചു പോവും എന്നുള്ളത്. ബട്ട് അങ്ങനെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ടോണി സ്റ്റാർക്ക് മരിച്ചു പോയി എന്നത്. കാരണം ടോണി സ്റ്റാർക്കിനെ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഒരു സ്പോയിലറായിട്ട് മാറും, അല്ലേ? അതായത് നമുക്ക് മനസ്സിലാവും അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി സ്റ്റാർക്ക് മരിച്ചിട്ടില്ല എന്നുള്ളത്. സോ അതുകൊണ്ടാകാം ടോണി സ്റ്റാർക്കിനെ ഇതിൽ നിന്ന്, ഈ ട്രെയിലറിൽ നിന്ന് അവർ ഒഴിവാക്കിയത്. ടോണി സ്റ്റാർക്ക് മരിച്ചു എന്നതിന് കുറെ പേര് ആദ്യം പറഞ്ഞ കാര്യം, നമ്മളെ ആൺമേ പീറ്ററിനോട് തൻ്റെ സൂട്ട് എടുത്തു വെക്കാൻ പറയുന്ന സീൻ ഉണ്ടല്ലോ, സൂട്ടും കൊണ്ടുപോകാൻ പറയുന്ന സീന്. ആ സീനിൽ നമ്മുടെ പീറ്റർ പാർക്കർ തൻ്റെ സൂട്ടിനെ ഭയങ്കര സങ്കടത്തോടെയാണ് അത്രയും നോക്കുന്നത്. സോ അതുകൊണ്ട് പലരും പറഞ്ഞു ടോണി സ്റ്റാർക്ക് മരിച്ചത് കൊണ്ടാണ് അങ്ങനെ സങ്കടത്തിൽ നോക്കുന്നത്. ബട്ട് അതൊക്കെ കുറച്ച് തമാശയാണ്. അതായത് അതൊന്നും വലിയ കാര്യമാക്കണ്ട ഗൈസ്. കാരണം തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ പീറ്റർ പറയുന്നുണ്ട് തനിക്ക് യൂറോപ്പിൽ കുറച്ച് കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതായത് തൻ്റെ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ച് കഴിയണം, അതുകൊണ്ട് എനിക്ക് സൂട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, മാത്രമല്ല യൂറോപ്പിനൊരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനെ ആവശ്യമില്ല എന്ന്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പീറ്റർ തന്നെ പറയുന്നത് പീറ്ററിന് തന്നെ ആഗ്രഹമുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അടിച്ചു പൊളിക്കണമെന്ന്. സോ സ്വന്തം മെന്റോറായ ടോണി സ്റ്റാർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പീറ്ററിനെ പോലൊരു പയ്യൻ അടിച്ചു പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ടോണി സ്റ്റാർക്ക് എങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പീറ്റർ ഈ ടൂറിനും പോകുന്നുണ്ടാവില്ല, ആരുമായിട്ട് അടിച്ചു പൊളിക്കാൻ നിൽക്കുന്നുണ്ടാവില്ല. പ്രേമത്തിന്റെ കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, അത് ഞാനും പറഞ്ഞതായിരുന്നു, അതായത് ട്രെയിലറിനിടയ്ക്ക് ഹാപ്പി ഹോഗൻ പറയുന്ന സീന്, ഹാപ്പി ഹോഗന്റെ ഡയലോഗ്, അതായത് യു ആർ ഓൾ എലോൺ അല്ലെങ്കിൽ വി ആർ ഓൾ എലോൺ എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ. സോ അതിനെയായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതായത് നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്, നീ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ടോണി സ്റ്റാർക്ക് മരിച്ചു പോയി എന്നാവാം അതിന്റെ ഉത്തരം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് ഗൈസ്, ഇത് നമുക്ക് ആ രീതിയിൽ തന്നെ ആവണം എന്നൊന്നുമില്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ പീറ്റർ പാർക്കർ ഇപ്പം യൂറോപ്പിലാണല്ലോ. സോ യൂറോപ്പിൽ പീറ്റർ പാർക്കറിന് മറ്റൊരു സൂപ്പർ ഹീറോയിന് സഹായമല്ല, യൂറോപ്പിൽ നിന്നുള്ള സൂപ്പർ ഹീറോസിനെ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രവുമല്ല അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ അഥവാ ടോണി ജീവിക്കുകയാണെങ്കിൽ, അതായത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള കൺഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് തൻ്റെ ഈ ഒരു സൂപ്പർ ഹീറോ പദവിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പെപ്പറിനെയും കൂട്ടി ഒരു ഒരു ഫാമില്, അതായത് നമ്മുടെ താനോസിനെ അല്ലെങ്കിൽ ഹോക്കയെ പോലെ ഒരു ഫാമില് ജീവിക്കുക എന്നുള്ളതാണ് ടോണി സ്റ്റാർക്കിന്റെ ആഗ്രഹം. അത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ നിന്ന് തന്നെ നമുക്ക് ടോണി സ്റ്റാർക്ക് പറഞ്ഞു തരുന്നു. അതായത് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണ ജീവിതമായിരിക്കും, ഒരിക്കലും സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ടോണി സ്റ്റാർക്ക് പറയുകയുണ്ടായി. മാത്രമല്ല നമുക്കറിയാം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആണ് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്ന സിനിമ. റോബർട്ട് ഡൗണി ജൂനിയർ മാത്രമല്ല മറ്റു പലരുടെയും കോൺട്രാക്ട് അവസാനിക്കുന്ന ഒരു സിനിമ കൂടിയാണത്. സോ കോൺട്രാക്ട് അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് കളയുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇനി സിനിമയിലേക്ക് വരേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ആ ക്യാരക്ടറിനെ മാറ്റുക. സോ ബേസിക്കലി നമ്മുടെ ടോണി സ്റ്റാർക്കിനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാർവൽ ശ്രമിച്ചിരിക്കാം. ഓക്കെ അല്ലേ?
സോ അതുകൊണ്ട് ഇനി ടോണി സ്റ്റാർക്ക് യാതൊരു വിധത്തിലുള്ള സൂപ്പർ ഹീറോ പരിപാടിക്കും പോകുന്നുണ്ടാവില്ല, അവഞ്ചേഴ്സിന്റെ പരിപാടിക്കും പോകുന്നുണ്ടാവില്ല, ഷീൽഡിന്റെ പരിപാടിക്കും പോകുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ നിക് ഫ്യൂറി തന്നെ നേരിട്ട് നമ്മുടെ സ്പൈഡർമാനെ റിക്രൂട്ട് ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റാർക്ക് ഇടപെട്ട് എന്തെങ്കിലും ആക്കിയിട്ടോ അങ്ങനെയൊക്കെ ആക്കുമായിരുന്നു. മാത്രവുമല്ല അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ അതുപോലെ തന്നെ എൻഡ് ഗെയിമിന്റെ ഇവന്റ്സുകൾക്ക് ശേഷം ടോണി സ്റ്റാർക്കിന് മനസ്സിലായിരിക്കാം നമ്മുടെ പീറ്റർ പാർക്കറിന് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ സമയമായി, പീറ്റർ പാർക്കറിന് നല്ല ഉത്തരവാദിത്ത ബോധമുണ്ട്, അവന് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് ഇനി പീറ്റർ പാർക്കറിനെ താൻ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് ടോണി സ്റ്റാർക്കിന് തോന്നിയിട്ടുണ്ടാവാം. അതായത് പീറ്റർ പാർക്കർ എല്ലാം തികഞ്ഞവനാണ്, സോ അവൻ്റെ ഒരു മെന്റോറിന്റെ ആവശ്യമില്ല, ഇനി അവൻ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആയി തന്നെ ഇരിക്കും എന്നുള്ള ബോധം ടോണി സ്റ്റാർക്കിന് വന്നിരിക്കാം. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ലാസ്റ്റ് സീനിൽ നമ്മുടെ മിസ്റ്റീരിയോയുടെ വീഡിയോ പീറ്ററിന്റെ കൂട്ടുകാർ കാണുന്ന സീനില്ലേ, നമ്മുടെ പീറ്ററിന്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഹാരി ഓസ്ബോൺ ആവാം എന്ന് ഊഹിച്ച ആ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് ടോണി സ്റ്റാർക്കും അയൺമാനും തോറും കൂടിച്ചേർന്ന ഒരു രൂപമാണ് ഈ മിസ്റ്റീരിയോക്ക് ഉള്ളതെന്ന് പറയുന്നുണ്ട്. സോ അവിടെ നമ്മളാരും അയൺമാന്റെ പേര് പറയുമ്പോൾ വലിയ സങ്കടത്തോടെ നിൽക്കുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ അയൺമാൻ മരിച്ചിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. അയൺമാൻ മരിച്ചിട്ടായിരുന്നെങ്കിൽ മേ ബി ഒരു സിമ്പതിയോടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സങ്കടത്തോടെ ആയിരിക്കും അവരത് പറയാ, അല്ലെങ്കിൽ അത് ആ ഡയലോഗ് കേട്ട് കഴിയുമ്പോൾ ആരുടെയും മുഖത്ത് എന്തെങ്കിലും സങ്കടം നമ്മൾ കാണേണ്ടതായിരുന്നു. ഓക്കെ, സോ ഗൈസ്, ഈ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം ടോണി സ്റ്റാർക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ മരിച്ചിട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ ട്രെയിലറിൽ ടോണി സ്റ്റാർക്കിനെ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ചോദിച്ചാല്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിന്റെ ട്രെയിലറിൽ ഫസ്റ്റ് ട്രെയിലറിന് നമ്മൾ സ്പൈഡർമാനെ കണ്ടിരുന്നില്ല, സെക്കൻഡ് ട്രെയിലറിലാണ് നമ്മൾ സ്പൈഡർമാനെ കണ്ടത്. മേ ബി അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ റിലീസിന് ശേഷമായിരിക്കും സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ സെക്കൻഡ് ട്രെയിലർ. അങ്ങനെയാണെങ്കിൽ ടോണി ജീവനോടെ ഉണ്ടെങ്കിൽ ആ ട്രെയിലറിൽ നമ്മൾ ടോണി സ്റ്റാർക്കിനെ മേ ബി കണ്ടേക്കാം. പക്ഷേ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്നു എന്നുള്ള കാര്യം പക്കാ ആണെങ്കിൽ നമ്മൾ പിന്നെ മറ്റൊരു സിനിമയിലും ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണാനുള്ള ചാൻസ് ഇല്ല. മേ ബി വല്ല ക്യാമിയോ വേഷത്തിലും വന്നാൽ അങ്ങനെ. എന്നിരുന്നാലും ടോണി സ്റ്റാർക്കിന്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇപ്പൊ ഇത്രയും പോയിന്റുകൾ കൊണ്ട് തന്നെ നമുക്ക് പറയാം ടോണി സ്റ്റാർക്ക് മരിച്ചിട്ടുണ്ടാവില്ല. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി സ്റ്റാർക്ക് ജീവനോടെ ടോണി സ്റ്റാർക്ക് സർവൈവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ടോണി സ്റ്റാർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാവുന്നു. സോ ഗൈസ്, ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ടോണി എങ്ങനെ സ്പേസിൽ നിന്ന് സർവൈവ് ആവും എന്നുള്ള കാര്യം. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു, ആര് ടോണിയെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഗൈസ്, അതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഒരു പേരുണ്ട്. അത് മനഃപൂർവ്വം ഉൾപ്പെടുത്താഞ്ഞതാണ്, കാരണം മറ്റൊരു വീഡിയോയിൽ വിശദമായി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് അതിനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ചെയ്യാണ്. സോ ഗൈസ്, ആ കഥാപാത്രം മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റോക്കറ്റ് റക്കൂൺ ആണ്. സോ റോക്കറ്റ് റക്കൂൺ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കും സ്പേസിൽ നിന്ന് എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ടോണി സ്റ്റാർക്ക് ഇപ്പോൾ ഉള്ളത് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയുടെ ഷിപ്പായ ബെനറ്റാറിൽ ആണല്ലോ. സോ ബെനറ്റാർ എന്നുള്ള പേര് ആർക്കും അറിയില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു തരാം. അതായത് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 2 വരെ നമ്മുടെ ഗാർഡിയൻസിന്റെ ഷിപ്പ് എന്ന് പറയുന്നത് മിലാനോ ആയിരുന്നു. ബട്ട് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 2 ഈ മിലാനോ ഷിപ്പ് തകർന്നു. സോ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ അവർ ഉപയോഗിച്ചത് ഈ ബെനറ്റാർ എന്ന് പറയുന്ന ഷിപ്പാണ്. സോ ടോണി സ്റ്റാർക്ക് ബെനറ്റാറിലാണല്ലോ. മാത്രമല്ല നമ്മുടെ ഭൂമിയിലാണ് നമ്മുടെ റോക്കറ്റ് റക്കൂൺ ഉള്ളത്. സോ റോക്കറ്റ് റക്കൂണിന്റെ ഒപ്പമുണ്ടായിരുന്ന ഗ്രൂട്ട് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയിട്ടുണ്ടല്ലോ. സോ റോക്കറ്റിന് അറിയാൻ ആഗ്രഹമുണ്ടാവും തന്റെ മറ്റുള്ള ടീം മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാവും, കാരണം അവരൊരു ഫാമിലി പോലെ കഴിഞ്ഞവരാണ്. സോ തൻ്റെ കൂട്ടുകാർക്ക്, തൻ്റെ ഫ്രണ്ട്സിന്, തൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള നല്ല ഒരാഗ്രഹം നമ്മുടെ റോക്കറ്റിനുണ്ടാവും. സോ റോക്കറ്റ് നമ്മുടെ ബെനറ്റാർ ഷിപ്പ് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല റോക്കറ്റിന് കഴിയും, കാരണം റോക്കറ്റ് ഒരു വെൽ നോൺ ടെക്നീഷ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ടോണി സ്റ്റാർക്കിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഒരു മെക്കാനിക്കും കൂടിയാണ് നമ്മുടെ റോക്കറ്റ് റക്കൂൺ എന്ന് പറയുന്നത്. നല്ല ബുദ്ധിശക്തിയും നല്ല പ്ലാനിങ് കപ്പാസിറ്റിയും ഒക്കെ ഉള്ള ഒരാളാണ്. സോ ബെനറ്റാർ ഷിപ്പ് ട്രാക്ക് ചെയ്യാൻ റോക്കറ്റ് റക്കൂൺ ശ്രമിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. സോ ഇതൊക്കെ നമുക്കുണ്ടായിരുന്ന അസംഷനാണ്. ഇതൊക്കെ വെച്ച് റോക്കറ്റ് ബെനറ്റാർ ഷിപ്പ് ട്രാക്ക് ചെയ്യും, എന്നിട്ട് ബെനറ്റാർ ഷിപ്പ് കണ്ടുപിടിക്കും, അവിടേക്ക് പോകും. എന്നാൽ അതിനുള്ളിൽ വെച്ച് ടോണി സ്റ്റാർക്കിനെ കാണും, അയാളെ ഭൂമിയിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുകയായിരുന്നു ഇത്രയും നാള്.
ബട്ട് ഗൈസ് ഇപ്പോൾ ഈ കാര്യത്തിനൊരു കൺഫർമേഷൻ, ഏറെക്കുറെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റോക്കറ്റ് റക്കൂൺ തന്നെയാണ് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മളെ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഒരു വീഡിയോ ഇന്റർനെറ്റിലെങ്ങും പ്രചരിച്ചിരുന്നു. ഇദ്ദേഹം നമ്മുടെ ഓഡി കമ്പനി ഇല്ലേ, കാറിന്റെ ഓഡി കമ്പനി. സോ ഈ ഓഡി കമ്പനിയുടെ ഒരു വീഡിയോയിൽ ഇദ്ദേഹം പങ്കെടുത്തു. ഈ വീഡിയോ അവരുടെ ഒരു പുതിയ കാറിനെ, ഇട്രോൺ എന്ന് പറയുന്ന ഒരു കാറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ ആ വീഡിയോയിൽ ഈ കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ റോബർട്ട് ഡൗണി ജൂനിയർ ആയിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മളെ ഏവരെയും അമ്പരപ്പിച്ചൊരു കാര്യം നടക്കുകയുണ്ടായി. അതായത് ഇതിന്റെ ഏകദേശം ലാസ്റ്റിലായിട്ട് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ പറഞ്ഞു അദ്ദേഹം ഇതേ കാറ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഓടിക്കും എന്ന്. അതായത് ഈ ഇട്രോൺ എന്ന് പറയുന്ന പുതിയ കാർ അദ്ദേഹം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഓടിക്കുന്ന ഒരു സീനുണ്ട്. സോ സ്പേസിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഈ കാർ ഓടിക്കില്ലല്ലോ അല്ലേ? സ്പേസിൽ നിന്ന് ഇട്രോൺ ഓടിക്കാൻ വഴിയോ? എനിക്കറിയില്ല, ഓടിയനോട് ചോദിച്ചു നോക്കണം. എന്തായാലും കാർ ഓടിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ടോണി സ്റ്റാർക്ക് ഭൂമിയിൽ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഏത് സമയത്ത് ഈ കാർ ഓടിക്കും എന്നുള്ളത് വേറെ കാര്യം. അത് താനോസുമായുള്ള ബാറ്റിലിനിടയിലാണോ അതോ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ഇവന്റ്സിന് ശേഷമുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഇവന്റിലാണോ എന്നുള്ളത് വേറെ കാര്യം. സോ ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് കൺഫേം ആയിരുന്നു ടോണി സ്റ്റാർക്ക് ഭൂമിയിൽ എന്തായാലും തിരിച്ചു. ഓടി പിന്നെയും നമ്മളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒരു പുതിയ കാര്യത്തിലൂടെ. അതായത് ഒരാഴ്ച മുമ്പ് നമ്മുടെ ഓഡി അവരുടെ ആ പുതിയ ഇട്രോൺ കാർ ഉണ്ടല്ലോ, അതിന്റെ പ്രൊമോഷന് വേണ്ടി മറ്റൊരു പരിപാടി ചെയ്തു. അതായത് CES എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്. അതായത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ. ഈ കൺവെൻഷനിൽ ഓഡി കമ്പനി അവരുടെ ഇട്രോൺ കാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം നടത്തി. ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ ആ പ്രോഗ്രാമിൽ നമ്മുടെ ഇട്രോൺ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുന്ന് VR ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിം കളിക്കാൻ കഴിയും. സോ ഈ ഗെയിം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിം ഡിസൈൻ ചെയ്തത് നമ്മുടെ ഡിസ്നി ഗെയിംസും ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസും ചേർന്നുകൊണ്ടാണ്. ഈ ഗെയിമിന്റെ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് റോക്കറ്റ്സ് റെസ്ക്യൂ റൺ. ഈ കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് റക്കൂൺ ആണ് നമ്മൾ. അതായത് VR ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് റോക്കറ്റ് റക്കൂൺ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്പേസ്ഷിപ്പിനെ, അതായത് ഈ കാറിനെ ആസ്റ്ററോയിഡുകളിൽ തട്ടിക്കാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, അതാണ് ഗെയിം എന്ന് പറയുന്നത്. സോ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആ വഴിക്ക് പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. റോക്കറ്റ്സ് റെസ്ക്യൂ റൺ. സോ ഗൈസ്, ഈ ഒരു പേരോട് കൂടി നമ്മുടെ ഓഡി കൺഫേം ചെയ്തോ ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കുക റോക്കറ്റ് ആവുമെന്ന്. അതായത് ഈ ഗെയിമിൽ റോക്കറ്റ് സ്പേസിലാണ്, റോക്കറ്റ് സ്പേസ്ഷിപ്പ് ഓടിക്കുകയാണ്, ഒരു റെസ്ക്യൂ റണ്ണിലാണ്. അതായത് ആരെയോ രക്ഷിക്കാനുള്ള ഒരു പോക്കിലാണ്. സ്പേസിൽ ഇപ്പൊ റോക്കറ്റ് ആരെ രക്ഷിക്കാനാവും പോവുക? വല്ലതും ചോദിക്കാണ്ടോ ഗൈസ്? നമ്മുടെ സ്വന്തം ടോണി സ്റ്റാർക്ക് എന്ന് വെച്ചാൽ ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കാൻ പോവാവില്ല, ബെനറ്റാർ അന്വേഷിച്ച് പോവാവും. അതിന്റെ ഭാഗമായിട്ട് ടോണി സ്റ്റാർക്കിനെ റോക്കറ്റ് റക്കൂൺ കണ്ടുമുട്ടിയേക്കാം. സോ ഗൈസ്, ഇത് നമ്മുടെ ഓടി തന്നത് ഒരു വലിയ ന്യൂസ് തന്നെയായിരുന്നു. അതായത് റോക്കറ്റ് റക്കൂൺ ആവും ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കുക എന്നുള്ളതിന് ഒരു വലിയ ഹിന്റ് ആയിരുന്നു ഇത് ഒഫീഷ്യൽ ആണോ എന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാലും ഇപ്പൊ ഇന്റർനെറ്റിൽ ഇതിനെ പറ്റി പല കാര്യങ്ങളും പ്രചരിക്കുന്നൊക്കെ ഉണ്ട്. സോ നമുക്കും വിശ്വസിക്കാം റോക്കറ്റ് റക്കൂൺ തന്നെ ടോണി സ്റ്റാർക്കിനെ സ്പേസിൽ നിന്ന് രക്ഷിക്കും, അതോടൊപ്പം ടോണി സ്റ്റാർക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ജീവിക്കും എന്ന്. സോ ഗൈസ്, ഇത്രയുമാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് വല്ല വീഡിയോസിനെ പറ്റിയും ഐഡിയ ഉണ്ടെങ്കിൽ അതും താഴെ രേഖപ്പെടുത്താവുന്നതാണ്. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്.